ന്യൂനപക്ഷ വിഷയമാണ്. അതായത് വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകൾ LDF എന്ന പ്രചരണമാണ്. ന്യൂനപക്ഷ വിഷയം വോട്ട് അകന്നു എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. കാരണം ഞങ്ങളത് സൂക്ഷ്മമായി പരിശോധിച്ചതാണ്. ഈ കള്ളപ്രചരണം ചില സ്ഥലങ്ങളിൽ ഏശിയിട്ടുണ്ട്. അത് ഏശിയത് എവിടെയാണ്? ഞങ്ങൾക്ക് വേണ്ടത്ര സംഘടനാ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാത്ത മേഖലയിൽ, ഞങ്ങൾക്കിതിനെല്ലാം കൃത്യമായിട്ട് മറുപടി പറയാൻ സാധിക്കുന്ന മേഖലയിൽ ഞങ്ങൾക്ക് നല്ല മുന്നേറ്റം അത് മുസ്ലിം മേഖലയിലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മേഖലയിലും ന്യൂനപക്ഷ മേഖലയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലാത്ത സ്ഥലങ്ങളിൽ ഞങ്ങളുടെ സംഘടനാ ദൗർബല്യങ്ങളെല്ലാം നല്ലതുപോലെ കുമിഞ്ഞുകൂടി കിടക്കുന്ന മേഖലയിൽ അവർക്ക് ഈ കള്ളപ്രചാരവേല നല്ലതുപോലെ ഈ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയും അതിന് വേണ്ടത്ര പ്രതിരോധം ഇല്ലാതിരിക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ആ സ്വാധീനം നേടാനും സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. അതിപ്പോൾ ഏറ്റവും നന്നായിട്ട് ഇപ്പോൾ ഞാൻ കാസർഗോഡ് ജില്ലയിലേക്കാണ് ഇന്നത്തെ ജാഥ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പഞ്ചായത്താണ് പടന്ന പഞ്ചായത്ത്. മുസ്ലിം ലീഗിൻ്റെ ആധിപത്യം ഉണ്ടായിരുന്നൊരു പഞ്ചായത്താണ്. ഈ കാലം അത്രയും ഇടക്കാലത്താണ് ചെറിയ മാറ്റം വന്നത്. ഇപ്പോഴും ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ CPIM ജില്ലാ കമ്മിറ്റി മെമ്പറാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് വന്ന സ്ത്രീ, നമ്മുടെ സഖാവാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഈ പറയുന്ന പോലെ ന്യൂനപക്ഷത്തിൻ്റെ ഈ കള്ളപ്രചാരവേല, ഞങ്ങൾ ന്യൂനപക്ഷത്തിനെതിരാണ് എന്നുള്ള കള്ളപ്രചാരവേല വലിയ രീതിയിൽ മുതൽക്കൂട്ടാക്കാനായി എന്നുള്ള അവരുടെ ധാരണ, അത് വന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾ ഗൃഹസന്ദർശനം ഉൾപ്പെടെ നടത്തിയിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ജനങ്ങളോട്. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ഒറ്റ സെൻറ്റൻസ് പറഞ്ഞോട്ടെ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് നേതൃത്വം കൊടുക്കുന്ന CPIM ഇന്ത്യയിലെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയും മതധ്രുവീകരണത്തിന് എതിരായിട്ടുള്ള അതിശക്തിയായ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. വർഗീയതക്കെതിരായി, മതധ്രുവീകരണത്തിനെതിരായി, മതസാഹോദര്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും മുദ്രാവാക്യങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPIM. അത് എല്ലാ ഘട്ടങ്ങളിലും അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഒരിക്കൽ പോലും അതിൽ നിന്ന് പിന്നോട്ടേക്ക് ഞങ്ങൾ പോയിട്ടില്ല. എന്നാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും അതിനേക്കാൾ ശക്തിയായിട്ട് പിന്തുണക്കുന്ന ബൂർഷ്വാ മാധ്യമങ്ങളും കൂടി ചേർന്ന് ഒരു പുതിയ മനസ്സ് രൂപപ്പെടുത്താനാണ്, ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വാർത്ത ചമക്കുകയാണ്, ഉള്ള വാർത്ത നൽകുകയല്ല. ഉള്ള വാർത്തക്ക് പകരം പുതിയ വാർത്തയുണ്ടാക്കി ആ വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന് പ്രചരിപ്പിക്കാനാണ് ശ്രമിച്ചത്. അത് ഞങ്ങൾ നല്ല രീതിയിൽ ഈ കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്, ഇനിയും വിശദീകരിച്ചുകൊണ്ടേയിരിക്കും. അത് ഈ ജാഥയുടെ ഭാഗമായിട്ട് പറയുമ്പോഴും ആ കാര്യവും ഞങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിലുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം കൂടി, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ആ പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ ഇതിന് തുടക്കം കുറിക്കുന്നത്, അതിനൊരു ആയുധമായി മാറിയത്. മലപ്പുറത്തിന് ശ്വാസം മുട്ടുന്നു എന്ന മട്ടിലുള്ള ഒരു പ്രചരണമൊക്കെ ഉണ്ടായി. മാഷിൻ്റെ യാത്ര മലപ്പുറം ജില്ലയിലൂടെ തന്നെ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലൂടെയും മാഷിൻ്റെ യാത്ര കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളാപ്പള്ളിയുടെ പാർട്ടി തള്ളിക്കളഞ്ഞു. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളെ മാഷ് അന്നേ തന്നെ തള്ളിക്കളഞ്ഞതാണ്. വെള്ളാപ്പള്ളിയുടെ ഇത്തരം വർഗീയ പരാമർശങ്ങളോട് ഞങ്ങൾ അന്നേ ഒരു നിലപാടാണ്, അത് ഞങ്ങൾ ആദ്യം എടുത്ത നിലപാടാണ്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഈ കേരളം നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു വന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനം, പ്രത്യേകിച്ച് CPIM, വർഗീയതക്കെതിരായിട്ടുള്ള ഉറച്ച നിലപാട് സ്വീകരിച്ച ഒരു പ്രസ്ഥാനമാണ് എല്ലാ കാലത്തും. അത് ഭൂരിപക്ഷ വർഗീയതക്കും ന്യൂനപക്ഷ വർഗീയതക്കെതിരായിട്ടുള്ള ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോയത്. അങ്ങനെ മുന്നോട്ടേക്ക് പോയ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വർഗീയ പരാമർശം നടത്തുന്ന ആരോടും ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യുന്നില്ല. എന്നാൽ ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും വേണ്ടി വർഗീയ ധ്രുവീകരണത്തിനെതിരായി നിൽക്കുന്ന വിഭാഗങ്ങളുടെ എല്ലാ തരത്തിലുള്ള സമീപനങ്ങളെയും, അത് വളരെ ചെറിയ രീതിയിലാണെങ്കിൽ പോലും അതിനെല്ലാം ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. അത് മുമ്പും പിന്തുണച്ചിട്ടുണ്ട്, ഇപ്പോഴും ആ നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രശ്നത്തിൻ്റെ അകത്ത് ഞങ്ങൾ അന്നേ ഒരു നിലപാട് പറഞ്ഞു. പറഞ്ഞോളൂ പക്ഷേ പറഞ്ഞു അതായത് ആ പരാമർശത്തെ തുടർന്നൊരു സംഘിച്ചാപ്പ ഇടതുപക്ഷത്തിനും CPIM-നും മുഖ്യമന്ത്രിക്കും ഒക്കെ വന്ന് വീണിട്ടുണ്ട്. ഒരു സംഘിച്ചാപ്പ, ഈവൻ ശിവൻകുട്ടിക്ക് പോലും, സംഘിക്കുട്ടി എന്നാണ് ശിവൻകുട്ടിയെ പോലും ചില കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലൊരു സംഘിച്ചാപ്പ വീണ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ യാത്ര.
അത് ഞങ്ങളെ ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വർഗീയതക്കെതിരായിട്ടുള്ള CPM-ൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെയും നിലപാടെന്താണ് എന്ന് ജനങ്ങളിൽ എത്തിക്കുക തന്നെയാണ്. കാരണം ഇത് തെറ്റായ രീതിയിൽ രൂപപ്പെടുത്തിയിട്ടുള്ളൊരു കളവ് അത് അടിച്ചടിച്ച് വിശദീകരിച്ച് ആളുകളിലേക്ക് എത്തിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അനുഭവം ജനങ്ങൾക്ക് അറിയാലോ. എല്ലാ അർത്ഥത്തിലും വർഗീയതക്കെതിരായിട്ട് പൊരുതിയ പാരമ്പര്യമുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ വർഗീയ ശക്തികളുടെയും എല്ലാ തരത്തിൽ സംഘപരിവാറിൻ്റെയും എല്ലാ തരത്തിലുള്ള കടന്നാക്രമങ്ങളെയും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് വരുമ്പോൾ അതിനെ പ്രതിരോധിച്ച പാർട്ടിയാണ് CPIM. അത് കേരളത്തിലും അതെ. RSS ആണ് ഏറ്റവും ശക്തിയായിട്ട് CPM-എതിരായിട്ട് കടന്നാക്രമണം നടത്തിയത്. കോൺഗ്രസിൻ്റെ 1948 ചിത്രം മാറ്റിയാൽ പിന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് CPM-ൻ്റെ പ്രവർത്തകർക്കെതിരായിട്ട് നിരവധി കേഡർമാരെ, നൂറുകണക്കിന് കേഡർമാരെ കൊന്നു തള്ളിയിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഈ RSS-ഉം അതുപോലെ തന്നെ ഈ പറയുന്ന BJP എന്നുള്ള കാര്യം ഈ കേരളത്തിൽ എല്ലാവർക്കും അറിയാലോ. അതിനെ പ്രതിരോധിച്ചുകൊണ്ടും അതിനെ അതിശക്തിയായിട്ട് എതിർത്തുകൊണ്ടുമാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ അനുഭവവേദ്യമുള്ള ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറയുന്ന കള്ളപ്രചാരവേലയെ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിൽ കേരളത്തിൽ ആശയതലത്തിൽ ഒരു പ്രശ്നവും CPIM അഭിമുഖീകരിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉത്കണ്ഠയുമില്ല. പയ്യന്നൂരിലേക്ക് വരുമ്പോൾ യാത്രയിലെ ഒരു ആവേശം അല്പമെങ്കിലും താഴെത്തട്ടിൽ കുറയാൻ സാധ്യതയുള്ളതായിട്ട് കരുതുന്നുണ്ടോ കുഞ്ഞികൃഷ്ണേട്ടൻ്റെ വെളിപ്പെടുത്തലിന് ശേഷം? ഒരു പ്രശ്നവും വരില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളത് കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് പരിഹരിച്ച കാര്യം പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കുഞ്ഞികൃഷ്ണൻ തന്നെ മുൻ പത്രക്കാർക്ക് കൊടുത്ത് പ്രശ്നമാക്കിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം, അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആരായാലും പാർട്ടിക്കകത്ത് നിൽക്കാനാവില്ല. പാർട്ടി നടപടിയെടുത്തു, പുറത്താക്കി. സ്വാഭാവികമായിട്ടും അപ്പോഴും നിങ്ങളെല്ലാം കൂടി ചേർത്ത് ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ധനരാജ് രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ച ഫണ്ട് അത് തിരിമറി നടത്തിയിരിക്കുന്നതാണ്. ഒരു സംശയവുമില്ലാതെ ഇത് ഞാൻ പറഞ്ഞു, ഇവിടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയും പറഞ്ഞു, ഒരു നയാ പൈസയും രക്തസാക്ഷി ഫണ്ടിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെടുകയോ ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെടാൻ അനുവദിക്കുകയോ ചെയ്യുന്ന പാർട്ടിയല്ല CPIM. അതതിൻ്റെ പാരമ്പര്യം അതാണ്. അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കി അതിനുശേഷം, അതായത് ധനരാജിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ മേലെ അവരെ സഹായിക്കുന്നതിന് വേണ്ടി പിരിച്ച ഫണ്ട് ജനങ്ങളോട് പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല, പ്രയാസവുമില്ല. അത് പരസ്യപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടുകൂടി ഈ കള്ളപ്രചാരവേലയുടെ കുന്തമുന ഒടിയുകയാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ബാക്കി കാര്യങ്ങളെല്ലാം പാർട്ടി അക്കൗണ്ടും അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അതെല്ലാം എല്ലാ കാലത്തും എല്ലാവർക്കും അറിയുന്നത് പോലെ ഒന്നും രഹസ്യമല്ല, എല്ലാം സുതാര്യമാണ്. അത്തരം കണക്കുകൾ മുഴുവൻ ഏരിയ കമ്മിറ്റിയുടെ കണക്ക്, ജില്ലാ കമ്മിറ്റിയുടെ കണക്ക്, സംസ്ഥാന കമ്മിറ്റിയുടെ കണക്ക്, കേന്ദ്ര കമ്മിറ്റിയുടെ കണക്ക്, എല്ലാ കണക്കും ഈ നമുക്കറിയുന്നത് പോലെ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള മിഷനറികൾക്ക് നമ്മൾ നൽകുന്നതാണ്, പരസ്യപ്പെടുത്തുന്നതാണ്. അതിലൊന്നും ഒരു രഹസ്യവുമില്ല. അപ്പം ഭാഷ യാത്ര ഗംഭീരമാവട്ടെ. 16-ാം തീയതി പാലക്കാട് അവസാനിക്കും. അതിനിടയിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നമുക്ക് കൂടുതൽ വിവരങ്ങൾ സംസാരിക്കുകയും ചെയ്യും. ആ യാത്രയുടെ ഭാഗമായി നമ്മൾ കണ്ടു എന്ന് മാത്രം. താങ്ക് യു മാഷേ. യാത്ര ഗംഭീരമായി നടക്കട്ടെ. താങ്ക് യു. പ്രിയപ്പെട്ട വളരെ സന്തോഷം, വളരെ സന്തോഷം.